CPM എന്ന പാർട്ടി സാമ്പത്തിക തട്ടിപ്പുകളുടെ ഒരു കൂടാരമായി മാറിക്കഴിഞ്ഞു. ന്യായമായ ഒരു സംശയമാണിത്. കാരണം അത്രയേറെ സാമ്പത്തിക ക്രമക്കേടുകളുടെ ആരോപണങ്ങളാണ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി ഉയർന്നിട്ടുള്ളത്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. CPM നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെല്ലാം വൻ തിരിമറികളാണ് നടന്നിട്ടുള്ളത്. അതിന്റെ വാർത്തകൾ ഓരോ ദിവസങ്ങളിലായി പുറത്തു വരുന്നുമുണ്ട്. അതിനേക്കാൾ ഗൗരവമായ സംഭവം പാർട്ടി ഫണ്ടുകളിൽ നടക്കുന്ന തിരിമറികളാണ്. അതിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നത് പാർട്ടി കേരളത്തിൽ പിറവിയെടുത്ത ജില്ലയായ കണ്ണൂരാണ്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തയിൽ നിന്ന് കണ്ണൂർ CPMൽ ഫണ്ട് തട്ടിപ്പ് വിവാദങ്ങൾ അവസാനിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMനെ തകർത്ത ഫണ്ട് വിവാദമായിരുന്നു പയ്യന്നൂരിൽ ഉയർന്നു കേട്ടത്. ധനരാജ് രക്തസാക്ഷിത്വ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട്, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട് എന്നിവയിൽ പാർട്ടി MLA തന്നെ ക്രമക്കേട് നടത്തിയെന്ന് പാർട്ടിയിലെ മുതിർന്ന സഖാവായ V. കുഞ്ഞികൃഷ്ണൻ തന്നെയാണ് തെളിവ് സഹിതം പൊതുജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തെ പുറത്താക്കി CPM താൽക്കാലിക ആശ്വാസം കണ്ടെത്തി. എന്നാൽ തിരിച്ചടി പിറകെ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിച്ച് താൻ ആരോപണം ഉന്നയിച്ച സിറ്റിംഗ് MLAയെ പരാജയപ്പെടുത്തി മറുപടി കൊടുത്തു. ഇന്നിപ്പോൾ വീണ്ടും ഒരു ഫണ്ട് വിവാദം കണ്ണൂർ CPMൽ പ്രകമ്പനം സൃഷ്ടിക്കുകയാണ്. പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച മുതിർന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ ഫണ്ട് പിരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പണിയുന്ന കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഫണ്ട് പിരിവിലാണ് വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നത്. കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് ഓഫീസ് നിർമ്മാണത്തിന് 2 വർഷം മുൻപാണ് 70 ലക്ഷം രൂപ കൊടുത്ത് 4.5 സെന്റിൽ വീടും വസ്തുവും വാങ്ങിയത്. ലോക്കൽ സെക്രട്ടറിയുടെ പേരിലാണ് സാധാരണ ഇത്തരത്തിൽ വസ്തു വാങ്ങിയാൽ രജിസ്റ്റർ ചെയ്യുക. എന്നാൽ ഇത് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന E. രമേശൻ തന്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തു. ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നാലെ ഈ വസ്തുവും വീടും ഈട് വെച്ച് രമേശൻ 20 ലക്ഷം രൂപ വായ്പയെടുത്തു. രമേശിന്റെ അളിയനാണ് CPM കണ്ണൂർ ഏരിയ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ബന്ധു ജോലി ചെയ്യുന്ന സഹകരണ ബാങ്കിൽ നിന്നാണ് 20 ലക്ഷം രൂപ വായ്പ എടുത്തത്. ഇതുകൂടാതെ ഓഫീസ് നവീകരണത്തിന് കൂപ്പൺ അച്ചടിച്ചിറക്കി പണം പിരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ ഒന്നും കണക്ക് പാർട്ടിയിൽ അവതരിപ്പിച്ചില്ല. ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ കണക്കുകളാണ് പുറത്തു വരാനുള്ളത്. എന്നാൽ അതിൽ രമേശന് മറുപടിയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി തിരുത്തലുകൾ വരുത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന സമയത്താണ് ഈ പുതിയ ആരോപണവും ഉയർന്നു വരുന്നത്. പയ്യന്നൂരിലെ അനുഭവങ്ങൾ ഉൾപ്പെടെ മുന്നിലുള്ളതിനാൽ ഒരു വിഭാഗം നേതാക്കൾ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ചർച്ചയാക്കി. ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെ പിന്നാലെ ലോക്കൽ സെക്രട്ടറി E. രമേശനെ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ്. പാർട്ടി നേതാക്കളുടെ അറിവില്ലാതെ ലോൺ എടുത്തു, ഓഫീസ് നിർമ്മാണത്തിന് പലതരത്തിൽ പണപ്പിരിവ് നടത്തി, രസീത് നൽകാതെ പണപ്പിരിവ് നടത്തി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് ലോക്കൽ സെക്രട്ടറിയായ രമേശിനെതിരെ പാർട്ടി സഖാക്കൾ തന്നെ ഉയർത്തുന്നത്. എന്നാൽ ഈ നടപടി പാർട്ടി സ്ഥിരീകരിക്കുന്നില്ല. രമേശനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നീക്കി എന്നുള്ള വാർത്ത പാർട്ടി സ്വീകരിക്കുന്നില്ല. അത്തരമൊരു നടപടി എടുത്തതായേ പാർട്ടി അംഗീകരിക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നത്. നേരത്തെ പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണൻ നടത്തിയ പോരാട്ടം അത് ഇവിടെ സഖാക്കൾക്കെല്ലാം തന്നെ വലിയൊരു ആയുധമായിട്ട് മാറുകയാണ്. അവർക്കൊരു ശക്തി പകരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പാർട്ടിയിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ഫണ്ട് തിരിമറി ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് സഖാക്കൾ തന്നെ നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്.